ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബജ്ജിയാണ്. ഒണിയനും മുട്ടയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബജ്ജിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളൊരു ബൗൾ വെച്ചു. ബൗളിലേക്ക് ഞാനൊരു 3 ഇതേപോലെ സ്പൂണിൽ കടലമാവാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂണോളം ഉള്ള മൈദയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു എരിവിനായിട്ടും കളറിനായിട്ടും ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉള്ള മഞ്ഞൾപ്പൊടി, അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളോളം ഉള്ള കായപ്പൊടിയാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയം സൈസിലെ വലിയ സവാള ഇതേപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈ ഉപയോഗിച്ച് ഞെരടി അതിൻ്റെ വെള്ളമൊക്കെ വന്നിരിക്കുന്ന സവാളയാണ്. അത് നമുക്ക് ഈ ഒരു മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ലാത്ത ഒരു ബാറ്ററാക്കി എടുക്കണേ. അപ്പം കണ്ടോ, ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ പുഴുങ്ങിയതിന് ശേഷം കീറി വെച്ചിരിക്കുന്ന മുട്ട ഒരെണ്ണം എടുത്ത് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ മുട്ടയിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ ഞാനൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്യും. അപ്പം നമുക്ക് ഇച്ചിരി വൈഡായിട്ടുള്ള ഒരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു സവാള നല്ല രീതിയിലൊന്ന് കുക്കായി വരണം, ഒന്ന് മൊരിഞ്ഞ് റെഡിയായി വരണം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ സവാളയൊന്ന് മൊരിയിച്ചെടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ഒരു സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നിങ്ങി കോരി മാറ്റാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവടയ്ക്കകത്ത് നമ്മളുടെ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. ആ ഒരു സവാളയുടെയൊക്കെ കൂടെ ആ ഒരു മുട്ടയുടെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ്. 4 മണിക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബെസ്റ്റ് റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.